കണക്കിവിടെ ചോദിച്ചിട്ടുണ്ടോ, സ്വർഗം നൽകാനിരിക്കുന്ന പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിലും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ ജീവിതത്തിലുണ്ടായാലും ചിലപ്പോൾ അവരെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. നമ്മൾ ആരെയാ സാത്താനെ പേടിച്ചാൽ പലപ്പോഴും ഓടുന്നത് അല്ലേ? പിശാച്. എന്ത് പറഞ്ഞാലും പിശാചിൻ്റെ ബന്ധനം. അത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ നമ്മൾ അതങ്ങനെ ആയിത്തീരും. എനിക്കത് ബന്ധനം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്കുണ്ട്, എനിക്ക് ബന്ധനം ഇല്ലെന്ന് ഞാൻ വിചാരിച്ചാൽ ഇല്ല. അത് 1 യോഹന്നാൻ 4:4 പറയുന്നത്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. തിരുമാംസ രക്തങ്ങൾ നമുക്കായി നൽകി കീറി മുറിയപ്പെട്ട കാൽവരിയിലെ ഒരു യാഗം ഓരോ ബലിയർപ്പണത്തിലും നടക്കുന്നത് കാൽവരിയിൽ അരങ്ങേറിയ ആ യാഗത്തിൻ്റെ പുനരാവർത്തനമാണ്. ആ രക്തശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പം ഇത് നമ്മൾ അലിഞ്ഞില്ലാതായി മാറി നമ്മൾ ഒരാളായി നമ്മൾ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ഈശോ എന്തെല്ലാം ചോദിച്ചു, ഈശോയുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം എന്തെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അറിയാം. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം. ഭ്രാന്തരെന്ന് പോലും മുദ്ര കുത്തിയിട്ടുണ്ടല്ലേ ലോകം. തള്ളിയിടാൻ കൊണ്ടുപോയി, എത്രയോ പ്രാവശ്യം മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ പോയി. പക്ഷേ അവിടെയൊക്കെ സമയമാകാത്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈശോയുടെ സമയം, തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പം നിങ്ങളിഞ്ഞി വേണ്ടത് ചെയ്തോ. നമ്മുടെ സ്വന്തം വീട് സ്വർഗത്തിലാണ്. ഇതൊക്കെ ചുമ്മാതെ കുറച്ച് നാളത്തേക്കാണ്. ബൈബിളിൽ പറയുന്ന ഒരാളുടെ മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് 70, ഏറിയാൽ 80, ഇത്രയേ ഉള്ളൂ മനുഷ്യായുസ് ലോകത്തിൽ. ഇനി എത്ര നാളൊക്കെ നമ്മൾ ഈ ലോകത്തിലുണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉള്ള കാലത്ത് ഇത്രയും നാൾ നമ്മളങ്ങനെ പോയില്ലേ, ഇനി ഉള്ള സമയം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉറപ്പെടുത്ത് വാക്കുകൊടുത്ത്, ഈശോയ്ക്ക് വാക്കുകൊടുത്തിട്ട്, ഈശോയെ ഇനി എന്ത് വന്നാലും നീ എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതി, ഞാനത് സ്വീകരിച്ചിരിക്കും എന്നൊരു ഉറപ്പ് കൊടുത്തു നോക്കേ. നമ്മൾക്ക് വാതിൽ മലർക്ക് തുറന്നിട്ട് കൊടുക്കാതെ കർത്താവ് ഉള്ളിൽ കയറി ഒന്നും പ്രവർത്തിക്കത്തില്ല. വെളിപാടിൻ്റെ പുസ്തകം 3:20 പറയും, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയ കവാടത്തിൽ ഇങ്ങനെ അനുനിമിഷം മുട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ വാതിൽ അങ്ങ് പൂട്ടി അടച്ചിരിക്കുക. ഹൃദയത്തിനകത്ത് മറ്റ് പലതിനെയും കയറ്റി അങ്ങ് വെച്ചിരിക്കുക. ഒരുപക്ഷെ മക്കളാകാം, കുഞ്ഞുമക്കളാകാം, ചെറുമക്കളാകാം, അല്ലെങ്കിൽ കുറേ അവരിൽ നിന്ന് കിട്ടിയ കുറേ സങ്കടങ്ങളാകാം, അല്ലെങ്കിൽ കുറേ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, ഞാനിങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കയറ്റി ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെയെല്ലാം അകത്ത് കയറ്റി അടച്ചു പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഹൃദയത്തിലേക്ക് ഈശോയ്ക്ക് കയറാൻ സ്ഥലമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഇതിനെയൊക്കെ എടുത്ത് വൈപ്പ് ഔട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ ക്ലിയറാക്കി നമ്മളുടെ ശുദ്ധമാക്കിയിട്ട് അതിനകത്തേക്ക് പിന്നെ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈശോയെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിലൂടെ നമ്മളുടെ ആ ഒരു ദൈവിക സാന്നിധ്യത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്.